ക്രഷ് രചന നീലാംബരി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി. ഡിസ്ചാർജ് ദിവസം വൈരിനെ ഹോസ്പിറ്റലിൽ വിടുമ്പോൾ ആ കാഴ്ച കാണാനും ഷൂട്ട് ചെയ്യാനൊക്കെയായി ആശുപത്രിക്ക് പുറത്ത് ആളും പേരൊക്കെ കാണുമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് രാവിലെ തന്നെ ഒരുങ്ങിക്കെട്ടി വന്നാണ് പ്രിയയും രാധികയും അഞ്ജലിയും. ജാനകി അവരുടെ പെൺമക്കളും ദേവികയും ഒക്കെ അതേ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. അവിടെ അവർ വൈരിനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഡേവിഡിനെ റൂമിലേക്ക് മാറ്റുന്ന ഇന്നായതുകൊണ്ട് കുറെ നാളിനി അവനെ കാണാൻ കഴിയില്ലെന്നുകൊണ്ടും വാമികയെ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. രുദ്രദേവ് വർമ്മയ്ക്കൊപ്പം പുറത്തേക്ക് ഇറങ്ങാൻ വൈര്യൻ തയ്യാറെടുക്കുമ്പോൾ ഒരു മാസ്ക് എടുത്ത് അയാൾ വൈര്യന്റെ മുഖത്ത് വെച്ച് കൊടുത്തു. പത്രക്കാരൊക്കെ പുറത്ത് കാണും, ആരോടൊന്നും പറയാൻ നിൽക്കണ്ട. ആക്സിഡന്റിനെ കുറിച്ചൊക്കെ അവർ ചോദിക്കും. അവർക്ക് കിട്ടേണ്ടതൊക്കെ ഞാൻ ആദ്യം തന്നെ കൊടുത്തു കഴിഞ്ഞു. എന്തായാലും പോലീസ് അന്വേഷിക്കുന്നുണ്ട്, അതുകൊണ്ട് അവരുടെ മുമ്പിൽ സംസാരിക്കാനൊന്നും നിന്നു കൊടുക്കണ്ട. എൻട്രൻസിന്റെ പുറത്ത് കാർ വന്ന് കിടപ്പുണ്ട്, വേഗം പോയി കാറി കയറണം. ഒരു ഹൂഡിയാണ് വൈര്യൻ ധരിച്ചിരുന്നത്. റൂം വിട്ടിറങ്ങാൻ നേരമാണ് പുറത്ത് വാമികയ്ക്കൊപ്പം നിൽക്കുന്ന ഏകയെ ഇരുവരും കാണുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ അഞ്ജലിയും രാധികയും പ്രിയമൊക്കെ നിൽപ്പുണ്ടായിരുന്നു. ഏകയെ കണ്ടതും രുദ്രതയെ അവളുടെ അടുത്തേക്ക് നടന്നിരുന്നു. കൂട്ടുകാരൊക്കെ വിളിച്ചോ മോളെ? അന്ന് പോയതല്ലേ, ചോദിക്കാൻ വിട്ടുപോയി. അന്ന് എന്നെ വിളിച്ചു, അവർക്ക് വീടെത്തി. അപ്പോഴും അവിടെ നോട്ടം പുറകിൽ നിൽക്കുന്നതിൽ തന്നെയായിരുന്നു. അവരുടെ ജോലി ഞാൻ RV ഗ്രൂപ്പ്സിന്റെ എറണാകുളം ബ്രാഞ്ചിലാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. തിരക്കൊക്കെ കഴിയുമ്പോൾ ഒന്ന് ജോയിൻ ചെയ്യാൻ പറയണം. പറയാം. വൈര്യൻ പതിയെ തലയാട്ടി ഏക അവന്റെ അടുത്തേക്ക് വിളിക്കുകയാണ്. ഏക ചെല്ലാനായി ആഞ്ഞതും വാമിക അവളുടെ കയ്യിൽ പിടിച്ച് പിന്നിലേക്ക് വലിച്ചു. എവിടെ പോണു? പറഞ്ഞൊക്കെ മറന്നോ? TV കാണണ്ടേ? അടക്കി പിടിച്ചുകൊണ്ടാണ് വാമിക പറയുന്നത്. എന്താ വരുന്നില്ലേ? ഞങ്ങൾക്ക് പോവാ എല്ലാരും. പുറത്ത് നല്ല തിരക്കാണ്, അതുകൊണ്ട് വേഗം പോയി കാറി കയറിക്കോണം. ഇത്തവണ എല്ലാവരെയും നോക്കി തന്നെയാണ് രുദ്രദേവ് പറഞ്ഞത്. ഡേവിഡിനൊന്ന് കണ്ടിട്ട് ഞങ്ങൾ പിന്നീട് വന്നോളാം സാർ. ആദ്യം ഒന്ന് മടിച്ചെങ്കിലും ഏക തന്നെയാണ് കാര്യം അവതരിപ്പിച്ച്. രുദ്രദേവ് ഏകയുടെ കയ്യിൽ ഒരു അടി വെച്ചു കൊടുത്തു. ഈ സാറ് നിന്നെ വിളിച്ചാലുണ്ടല്ലോ, ഇതുപോലെ അവര് എന്റെ കയ്യിൽ നീ മേടിക്കുന്നത് നല്ല പേട ഞാനങ്ങ് വെച്ചു തരും. അറിയില്ലേ, അടുത്തിരിക്കുന്നതിന്റെ നാത്തൂനോട് ചോദിച്ചു നോക്ക്. ഏക നേരത്തെ ഒരു ചിരിയോടെ മുഖം കുനിച്ചു. ഡേവിഡിനെയും ഫാമിലിയെയും ഞാൻ നേരത്തെ തന്നെ കണ്ടതാ. നിങ്ങൾക്ക് കാണണമെങ്കിൽ വേഗം പോയി കണ്ടിട്ടു വാ, അധികം സമയം എടുക്കരുത്, കേട്ടല്ലോ. രുദ്രദേവ് പറയേണ്ട താമസം ആദ്യം ഓടിയത് വാമികയാണ്. പഴിച്ചു നിൽക്കുന്ന ഓരോരുത്തരെയും മാറി മാറി നോക്കി ആൾക്ക് പിന്നാലെ ഏകയും ഓടി. ഡോറിൽ ലോക്ക് ചെയ്തതും 60-നടുത്ത് പ്രായമുള്ളൊരു സ്ത്രീയാണ് വന്ന് വാതിൽ തുറന്ന്. ആര് ചോദിച്ചതും വാമിക 2 നിമിഷം എന്ത് പറയണമെന്നറിയാൻ നിന്ന ശേഷം പെട്ടെന്ന് തന്നെ റൂമിലേക്ക് എത്തി നോക്കിക്കൊണ്ട് അകത്തേക്ക് കടന്നു. ആൾക്ക് പിന്നാലെ ജെറ്റ് വിട്ട പോലെ ഏക അകത്തേക്ക് കയറിയതും ഇനി ആരെങ്കിലും ഉണ്ടോന്ന് പുറത്തേക്ക് തലയിട്ട് നോക്കിയ ശേഷം വാതിലടച്ച ആ സ്ത്രീയോ അകത്തേക്ക് തന്നെ വന്നു. ചത്തിട്ടില്ല. ഒരു ചിരിയോടെ ഏകയെ നോക്കിയാണ് ഡേവിഡ് പറയുന്നത്. നാട്ടുകാരുടെ ഇടയിൽ കിടന്ന് എഞ്ചത്തടിച്ച് നിലവിളിക്കാനും ഡേവിഡിന് വല്ലതും പറ്റുമോ തിരക്കാനൊക്കെ എനിക്കറിയില്ലാണ്ടായി പോയി. എന്ത് പ്രഹസനായിരുന്നു പെണ്ണെ നീ കാണിച്ചത്, ഞാനിപ്പോഴാണ് കണ്ട്. അതെങ്ങനെ ICUവിനകത്ത് കിടന്ന് ചക്രശ്വാസം വലിക്കായിരുന്നില്ല ഞാൻ. ഏക അവൻ്റെ അരികിലായിരുന്നു. വാമിക അപ്പോഴും ഒന്നും മിണ്ടാ മുഖം താഴ്ത്തി നിന്നതേയുള്ളൂ. ഡേവിഡിന് തലയിലായിരുന്നു പരിക്ക്, പോരാത്തിന് ഒരു കാലൊടിഞ്ഞു. അല്ലാതെയും മുറിപ്പാടുകൾ ശരീരത്തിൽ അങ്ങുമിങ്ങും ഒക്കെ ഉണ്ട്. വേദനയുണ്ടോടാ? ഹൃദയഭാരത്തോടെയാണ് ഏക ചോദിച്ചത്. ഇല്ല, നല്ല സുഖം. പിന്നെ വേദന കാണാണ്ടിരിക്കൂടി പൊട്ടി. അല്ല, അമ്മച്ചി എന്നോട് നിൽക്കുന്നേ, വന്നേ, ആളെ മനസ്സിലായില്ലേ? ഏകയെ കാട്ടി അമ്മച്ചിയോട് ചോദിക്കാൻ ഡേവിഡ്. ഏക മോളല്ലയോ? എനിക്ക് ആദ്യം മനസ്സിലായില്ല കേട്ടോ. മോളെ പറ്റി ഇവൻ എപ്പോഴും പറയും. അല്ല, ഈ മോളേതാ? എനിക്ക് മനസ്സിലായില്ല. ഡേവിഡിന്റെ അമ്മ എൽസമ്മ ചെറിയാണ്. വാമിക അങ്ങോട്ട് മനസ്സിലായില്ല. വാമികയാണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ ഒരേ നിൽപ്പാണ്. ഡേവിഡിനെ കണ്ടപ്പോൾ മുതൽ ആൾക്ക് ആകെ വിഷമം തന്നെയാണ്. അവനൊപ്പം ഒറ്റക്കായിരുന്നേ ചിലപ്പോൾ വിങ്ങിപ്പൊട്ടി അവൾ കരഞ്ഞു പോയേനെ. ഇപ്പോൾ കടിച്ചു പിടിച്ച് നിൽക്കുകയാണെന്ന് വേണം പറയാൻ. ആക്സിഡന്റ് വിവരം അറിഞ്ഞപ്പോൾ മുതൽ ആകെ ഒരു തരിപ്പാണ് വാമികയ്ക്ക്. ഫോണിൽ തോണ്ടിയിരിക്കെ പെട്ടെന്ന് കണ്ണുടക്കിയത് ഒരു ഓൺലൈൻ ചാനലിൽ വന്ന ബ്രേക്കിംഗ് ന്യൂസിലാണ്. വൈരിന്റെ ഫോട്ടോ ചേർത്ത് വന്ന ന്യൂസ് ആയതുകൊണ്ട് ദേവിയുടെ അടുത്തേക്ക് ഓടിയെത്തി കാര്യം പറയും മുന്നേ വാമിക കുഴഞ്ഞ് നിലത്തേക്ക് വീണിരുന്നു. പിന്നെ ഓരോരുത്തരായി കാര്യങ്ങൾ അറിഞ്ഞ് തളർന്നുപോയി. പക്ഷെ വർമ്മ മാൻഷനിലെ പുരുഷന്മാരൊക്കെ നേരത്തെ തന്നെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നു. ഡേവിഡിന്റെ പതിഞ്ഞ വിളിയാണ് വാമികയെ സ്വഭാവത്തിലേക്ക് എത്തിച്ചത്. ഒന്ന് ഞെട്ടിക്കൊണ്ട് അവൾ ചുറ്റും നോക്കി. ഡേവിഡിന്റെ അടുത്തുനിന്ന് എഴുന്നേറ്റ് അമ്മച്ചിയുടെ അടുത്ത് പോയി വർത്തമാനം പറയുകയാണ് ഏക. ആ തക്കത്തിന് ഡേവിഡ് പ്രയാസപ്പെട്ട് നിവർന്നു വന്ന് വാമിയുടെ കയ്യിൽ പിടിച്ച് അവളവന്റെ അടുത്തായി ഇരുത്തി. അടുത്തിരുന്നതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കരയില്ലേ വാമി? ആരെങ്കിലും കണ്ടോണ്ട് വന്നാൽ ശരിയാവില്ല, കണ്ണുടക്ക്. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ കരയാൻ മാത്രം എന്താ ഇപ്പോൾ ഉള്ളത്? ഇത്രയും സങ്കടപ്പെടാൻ ഞാൻ നിന്റെ ആരാ? വാമി, രുദ്രൻ സാറിനോട് എനിക്ക് ചില കടപ്പാടുകളുണ്ട്. ഇപ്പോഴേ അത് കുറച്ചുകൂടെ കൂടി. എനിക്ക് വേണ്ട, പറയണ്ട.
ഏകയുടെ പാത പിന്തുടർന്ന് പോകാനാണ് ഈ ഭാവെങ്കിൽ ഞാൻ വിച്ചേട്ടനെ പോലെയല്ല, ഞാൻ ചത്തുകളയും. ഡേവിഡ് ഒരു നിമിഷം വാക്കറ്റ് പോയി. അവൻ അവൾ തന്നെ നോക്കിയിരുന്നു. ഞാൻ ഇന്ന് വിളിക്കും, ഫോൺ എടുക്കണം. എല്ലാം അറിയാമെന്നറിയാം, എന്നാലും ഒരിക്കൽ കൂടി പറയാം, എനിക്ക് ഇഷ്ടമാട്ടോ, ഒരുപാട് ഇഷ്ടം. ഇറങ്ങാൻ നേരം അവൻ്റെ കൈകൾ മുറുക്കെ പിടിച്ചുകൊണ്ട് അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. നനഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് അവനെ നോക്കുമ്പോൾ ആ ചുണ്ടിൻ്റെ കോണിൽ നേർത്തൊരു പുഞ്ചിരി അവൾ കണ്ടു. പ്രണയം കൊണ്ട് ഈ അംഗരക്ഷകനെ കീഴ്പ്പെടുത്തി കളഞ്ഞ ഭാവം അവളിലും ഉണ്ടായിരുന്നു. സമയം സന്ധ്യയോടടുത്തുകൊണ്ട് തന്നെ മെയിൻ എൻട്രൻസിൽ തിരക്കുറവായിരുന്നു. ഇത്രയും സമയം അക്ഷമരായി കാത്തുന്ന ന്യൂസ് റിപ്പോർട്ടർമാരും മൈക്കും ക്യാമറയൊക്കെ എടുത്ത് അലേർട്ടായി നിന്നു. ആദ്യം പുറത്തേക്ക് ഇറങ്ങി വന്ന് 2 ഗാർഡ്സ് ആയിരുന്നു. ആർക്ക് പുറകെ രുദ്രദേവ് വർമ്മയും. എന്നാൽ പെട്ടെന്ന് എന്തോ ഒന്ന് കാറ്റുപോലെ പാഞ്ഞു വന്ന് എൻട്രൻസിൽ നിന്ന സെക്യൂരിറ്റി ജീവനക്കാരന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ചുമരിലേക്ക് അമർത്തി. എന്താണ് സംഭവിച്ചതെന്ന് ചിന്തിക്കുന്നതിന് മുന്നേ തന്നെ അയാൾ നിലം തൊടാതെ ഉയർന്നു കഴിഞ്ഞിരുന്നു. നോക്കുമ്പോൾ ഏകയെ കൈ നീട്ടിയടിച്ച സെക്യൂരിറ്റിയുടെ കഴുത്തിൽ വലം കൈ ചേർത്ത് ചുമരിൽ തൊട്ടുയർത്തി നിർത്തിയിരിക്കുകയാണ് വൈര്യൻ. ഇടം കൈ സ്വന്തം വയറിൽ അമർത്തി പിടിക്കുന്നുണ്ട് അവൻ. വിശു, എന്തായി കാണിക്കുന്നത്? അയാളെ വിട് വൈര്യൻ. രുദ്രദേവർമ്മ ഉറക്കെ പറഞ്ഞുകൊണ്ട് വൈര്യന്റെ അടുത്തേക്ക് കുതിച്ച് വൈര്യനെ പിടിച്ചു മാറ്റി നിർത്താൻ ശ്രമിച്ചു. ആരോടും സംസാരിക്കാതെ കാറിൽ കയറുമെന്ന് താൻ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് വന്നവനാണ്. ഇത്രയും ദിവസം പക അടക്കി വെച്ച അവസരം കാത്തിരിക്കായിരുന്നെന്ന് അറിഞ്ഞില്ല. നോക്കി നിൽക്കാ, പിടിച്ചു മാറ്റണോ? ഗാർഡ്സിൽ നോക്കി രുദ്രദേവ് പറയുമ്പോൾ അവർ രണ്ടുപേരും ഓടി വന്ന് വല്ലവിധനെയും വൈര്യനെ പിടിച്ചു മാറ്റിയിരുന്നു. പുറകെ അവിടേക്ക് എത്തിയ വാമികയേയും ഈ കാഴ്ച കണ്ട് ഞെട്ടി വിറച്ചു പോയിരുന്നു. അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു അഞ്ജലിയും പ്രിയും. എന്നാൽ രാധിക മാത്രം വലിയ ഭാവമാറ്റമൊന്നുമില്ല നിന്നതേയുള്ളൂ. താൻ ഏകയോട് സംസാരിച്ച വൈര്യൻ മനസ്സിലാക്കിയാൽ എന്താവും തന്റെ അവസ്ഥയെന്ന് ഓർക്കാതെ ഇരുന്നില്ല അവൾ. പത്രക്കാരൊക്കെ വൈര്യന്റെ ആ ഭാവം ക്യാമറ കണ്ണുകളിലൂടെ ഒപ്പിയെടുക്കുന്ന തിരക്കിലാണ്. ആള് കൂടിയത് കണ്ടിട്ടും പത്രക്കാരെ കണ്ടുകൊണ്ടാവണം വൈര്യൻ തിരിഞ്ഞ ഏകയെ നോക്കി. ഒരു പകപ്പോടെ നിൽക്കുന്നവരുടെ അടുത്തേക്ക് ചെന്ന് വലം കൈ നീട്ടി അവരുടെ കയ്യിൽ പിടിച്ച് തന്നോട് അടുപ്പിച്ചു അവൻ. ശേഷം എൻട്രൻസിന് മുന്നിലേക്ക് ഇറങ്ങി പത്രക്കാർക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് എല്ലാവരെയും നോക്കി. അവൻ പറയാൻ വരുന്ന എന്താകുമെന്ന ആകാംക്ഷയേക്കാൾ മുന്നിൽ കാണുന്ന കാഴ്ച അതേപടി ഒപ്പിയെടുക്കും വിധം ക്യാമറയിൽ മാത്രം ഫോക്കസ് ചെയ്തിരുന്ന ഓരോരുത്തരും. ഇവൾ ഏകാ വിശ്വനാഥൻ, എന്റെ ഫാദർ രുദ്രദേവർമ്മയുടെ സഹോദരിയുടെ ഒരേ ഒരു മകളായി ഇവള്. അത് മാത്രമല്ല, ഇവൾ ഈ വൈര്യൻ രുദ്രദേവർമ്മയുടെ പെണ്ണാണ്, എന്റെ ഭാര്യയാവാൻ പോകുന്നവൾ. നിങ്ങൾക്ക് ഈ ന്യൂസ് പ്രസിദ്ധീകരിക്കാം. ആൻഡ് വൺ തിങ്, ഞങ്ങളുടെ മാരേജ് ഉടനെ തന്നെ ഉണ്ടാവും. അത്രമാത്രമേ അവൻ പറഞ്ഞുള്ളൂ. പിന്നീട് ചോദ്യങ്ങൾ ശരങ്കണയ്ക്ക് അവിടെ മേൽ ചൊരിയുമ്പോഴേക്കും തിക്കും തിരക്കും അധികരിക്കുമ്പോഴും അതൊന്നും വകവെക്കാതെ ഏകയുടെ തല നെഞ്ചോട് ചേർത്ത് ഇടം കൈയാൽ പൊതിഞ്ഞി പിടിച്ചുകൊണ്ട് കാറിനടുത്തേക്ക് നടന്നു അവൻ. കുറെ ദിവസം മുമ്പ് മഴയും വെയിലും വകവെക്കാതെ ഹോസ്പിറ്റൽ എൻട്രൻസിന് പുറത്ത് ആകെ ഉലഞ്ഞ പോലെ കാണപ്പെട്ട പെൺകുട്ടി ഇപ്പോൾ വൈര്യന്റെ നെഞ്ചിൽ പതുങ്ങിക്കൂടിയതിന്റെ അമ്പരപ്പിലായിരുന്നു എല്ലാവരും. ഏകയെ കാറിലേക്ക് കയറ്റി അവനും കയറിയപ്പോൾ അവന്റെ തൊട്ടടുത്തായി വാമികയും കയറിയിരുന്നു. പക്ഷെ പെട്ടെന്നാണ് വാമികയ്ക്ക് പുറമെ രാധികയും സീറ്റിലേക്ക് ഇടിച്ചു കയറിയത്. 4 പേരിരുന്നുകൊണ്ട് അത്യാവശ്യം ഞെരുങ്ങിയിരിക്കേണ്ടി വന്നു 4 പേർക്കും. അപ്പോഴും വയറിൽ കൈകൾ അമർത്തി വൈര്യനെ അസ്വസ്ഥ പ്രകടിപ്പിക്കുന്നതാണ് അവന് നല്ല വേദനയുണ്ടെന്ന് ഏകക്ക് മനസ്സിലായി. രാധികയെ രൂക്ഷമായി നോക്കിയാണ് വാമിക. ഇങ്ങനെ ഇടിച്ചു കയറാൻ പുറകിലും മുന്നിലൊക്കെ വേറെയും കാറുകളുണ്ടല്ലോ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു അവൾക്ക്. വൈര്യൻ വേദനിക്കുന്നുണ്ടോ? സീലിൽ ചാരി കണ്ണുകൾ അടച്ചിരിക്കുന്നവന്റെ ഉടുപ്പിന് മുകളിലൂടെ കൈവച്ചുകൊണ്ട് വയറിലേക്ക് നോക്കി ആകുലതയോടെ ഏക ചോദിച്ചു. വേദന മറച്ചു പിടിച്ചുകൊണ്ട് അവർ അവളെ നോക്കി പുഞ്ചിരിച്ചു. എന്തിനാ അയാളോട് ദേഷ്യപ്പെടാൻ പോയത്? രുദ്രനങ്ങൾ അന്നേനെ നല്ല കൊടുത്തായ ആൾക്ക്. അവൻ അല്പം കൂടി മുന്നിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പിന്നിലേക്ക് ചാഞ്ഞ ഏകയുടെ തോളിൽ തലവെച്ച് കിടന്നു. അതുമാത്രമേ നീ കണ്ടുള്ളൂ? ഞാൻ റിപ്പോർട്ടർമാരോട് പറഞ്ഞൊന്നും മോൾ കേട്ടില്ലേ? വയറിലിരിക്കുന്ന ആളുടെ കയ്യിലേക്ക് കൈ ഓർത്തെടുത്ത് അദ്ദേഹത്തോട് അടുപ്പിച്ചുകൊണ്ട് വൈര്യൻ ചോദിക്കുമ്പോൾ ഏകയുടെ നോട്ടം പോയത് വൈര്യന്റെ അടുത്തായിരിക്കുന്ന വാമിയിലും രാധികയിലുമായിരുന്നു. രാധിക ഇടയ്ക്കിടെ അവരെ പാളി നോക്കുന്നുണ്ട്. തങ്ങളുടെ സന്തോഷ നിമിഷങ്ങൾക്കിടയിലും രാധിക എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഏകയുടെ മനസ്സിലേക്ക് ഇരച്ചു കയറി. അതിനുള്ള മറുപടി താൻ അവൾ കൊടുക്കുമെന്ന് ദൃഢനിശ്ചയമെടുക്കുമ്പോൾ ഇത്രയും ദിവസം ദുർബലമായി കിടന്ന അവരുടെ മനസ്സും ശരീരവും പഴയതിലും ശക്തമായി ഉണർന്നിരുന്നു. തീരുമാനങ്ങൾ പലതും മനസ്സിൽ കൂട്ടി തിട്ടപ്പെടുത്തിയെടുക്കുമ്പോൾ വൈര്യന്റെ ചോദ്യത്തിലുള്ള മറുപടിയായി ആ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്ത് അവൾ മുദ്രണം ചാർത്തി. അവന്റെ കണ്ണുകൾ അടഞ്ഞു വരുന്നു. അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതും കാണെ ഇടം കയ്യാൽ അവന്റെ തലമുടിയിൽ മെല്ലെ തഴുകി കൊടുത്തു അവൾ. ഏക വീട്ടിലേക്ക് എത്തുമ്പോൾ രാത്രി ഒത്തിരിയായിരുന്നു. ഏക അവളുടെ വീടിനകത്ത് ഡ്രോപ്പ് ചെയ്യുമ്പോൾ രാവിലെ വരാമെന്ന് അവൾ വൈര്യന് ഉറപ്പുകൊടുത്തിരുന്നു. തന്റെ വീടും പരിസരവും നല്ലപോലെ അലങ്കരിച്ചിരിക്കുന്നതാണ് അതിശയൊന്നും തോന്നിയില്ല അവൾക്ക്. വീട്ടുമുറ്റത്ത് പന്തൽ ഉയർന്നിരിക്കുന്നു.
പടവുള്ള മുൻവശത്തെ വഴിയിലും വണ്ടി ചെല്ലുന്ന വഴിയിലുമൊക്കെ വലിയ ട്യൂബ് ലൈറ്റുകൾ മരങ്ങളിൽ പോലും ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോരാത്തതിന് മറ്റൊരിടത്ത് നീളം മേശയും പ്ലാസ്റ്റിക് കസേരകളൊക്കെ നിരത്തിയിട്ടിട്ടുണ്ട്. ആളെ കണ്ടതും വിവേക് വേഗത്തിൽ ഓടി മുറ്റത്തേക്ക് ഇറങ്ങി അടുത്തേക്ക് വന്നു. കൊച്ചേച്ചി, വൈദ്യം ചേട്ടൻ വന്നോ? വന്നു, അപ്പുറത്ത് വീടുണ്ട്, ഞാൻ അവർക്കൊപ്പം വന്നേ. ആരും കാണാനല്ലോ ചോദിച്ചുട്ടാ. കല്യാണ പെണ്ണെവിടെ? അകത്തുണ്ട്, കയ്യിൽ മൈലാഞ്ചിരുവാ. ചേച്ചിയെ ന്യൂസിൽ കാണിച്ചു കേട്ടോ. വൈദ്യം ചേട്ടൻ ചേച്ചിയെ ചേർത്ത് പിടിച്ചെന്റെ പെണ്ണെന്ന് പറയുന്ന ആ സീന്. ഓ, സിനിമയിൽ പോലും കാണില്ല എന്റെ കൊച്ചേച്ചി. മാസ്. ഏക ഒരു ചിരിയോടെ അവന്റെ ഒപ്പം അകത്തേക്ക് കയറിയതും മുഖവും വലിച്ചിറക്കി എല്ലാവരും ടി വിക്ക് മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. ചെറിയൊരു LED TV ആണ്. പഴയ TV ചീത്തയായപ്പോൾ ഏക തന്നെ വാങ്ങി വെച്ചതാണ്. വാർത്ത കണ്ടുകൊണ്ടിരുന്ന രാധാമണി വിദ്യയെ ഐഷു ഏകയെ കണ്ടതും പെട്ടെന്ന് രാധാമണി ചാനൽ മാറ്റി സീരിയൽ വെച്ചു. രക്ഷപ്പെട്ടെന്ന് കരുതി അധികം സന്തോഷിക്കേണ്ട നീ. അവന്റെ ചുറ്റും കാലം കിടന്ന് കറങ്ങുന്നുണ്ട്. സിനിമാ നടന് വേണ്ടി നല്ലപോലെ പ്രാർത്ഥിച്ചോ നീ. രാധാമണിയുടെ വർത്തമാനം കേട്ട് നിർവൃതി അടഞ്ഞ പോലെ വിദ്യ ഉറക്കെ ചിരിക്കുമ്പോൾ വിദ്യയുടെ കയ്യിൽ മൈലാഞ്ചിട്ടുകൊണ്ടിരുന്ന ഐഷുവും ചെറുതായെന്ന് പുഞ്ചിരിച്ചു. ഏകക്കാകെ വിറഞ്ഞു കയറി. വേഗത്തിൽ ചെന്ന് ആ LED TV എടുക്കലും മുകളിലേക്ക് ഉയർത്തി നിലത്തേക്ക് ഇട്ടിരുന്നവൾ. പൊട്ടിച്ചെറിയില്ലെങ്കിലും നിലത്ത് വീണ പാടെ ഡിസ്പ്ലേ പൊട്ടി TV ഓഫായി. ശേഷം മേശമേലിരുന്ന വിദ്യയുടെ ഫോൺ കയ്യിലെടുത്ത് അതിനേക്കാൾ ആകത്തിൽ അവൾ നിലത്തേക്ക് എറിഞ്ഞു. ഫോൺ നിലത്ത് വീണ് പല പാർട്സായി പൊട്ടിച്ചിതറി. അലറിക്കൊണ്ട് വിദ്യ ചാടി എഴുന്നേറ്റ് കൈ ഓങ്ങിയതും ആ കൈ വേഗത്തിൽ പിടിച്ചെടുത്ത് മെഹന്തിയിട്ട് ആ കൈ അവിടെ തന്നെ മുഖത്ത് വെച്ച് തേച്ചു പിടിപ്പിച്ചു വേഗ. ആളുടെ പ്രവൃത്തിയിൽ പകച്ചുപോയ വിദ്യ ബാത്റൂമിലേക്ക് ഓടി. പെട്ടെന്ന് മുഖം കഴിയിൽ നിന്ന് ആൾ കല്യാണത്തിന് മുഖം മെഹന്തി കളറിൽ വെട്ടിത്തിളങ്ങിയെന്ന് അവൾക്ക് അറിയാമായിരുന്നു. എപ്പോഴത്തെയും പോലെ ഐഷു പകപ്പോടെ മാറിയുന്നതേ ഉള്ളൂ. ഒരക്ഷരം പറയാൻ നാവിറങ്ങി നിന്നുപോയി രാധാമണി. മതിയോ? അതോ ഇനി എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ട് നിങ്ങക്ക്? മകളായി കാണണ്ട, ആരുടെയോ വയറ്റിൽ കുരുത്ത വെറൊരു പെണ്ണ്. അങ്ങനെ കണ്ടാൽ മതി നിങ്ങൾ എന്നെ. പക്ഷെ അപ്പോഴും വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും നിങ്ങൾ ഓർത്തു വെച്ചണം. കാരണം ദൈവം എന്ന് പറയുന്ന വല്ലാത്തൊരു ഏട്ടങ്ങേറുകാരനാ. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്ക് അദ്ദേഹത്തിന് മുമ്പിൽ കണക്ക് പറയേണ്ടി വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കും. അത് നിങ്ങൾ ഓർത്തു വെച്ചോ. അത്രയും പറയുമ്പോഴേക്കും വിവേകിനെ അരിവോടെ നോക്കിയവൾ. 2 മാസം കൂടി കഴിഞ്ഞ മോൻ 10ാം ക്ലാസ്സിലാണ്. നല്ല മാർക്ക് വാങ്ങി ജയിച്ചാൽ +1 +2 മോനെ കൊച്ചിയിൽ നല്ല സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാം. ഈ വീട്ടിൽ നിന്നല്ല, വല്ല ഹോസ്റ്റലിലോ മറ്റോ. ഇവിടെ നിന്നാ നിന്റെ ഭാവി പോവും. അവനതിൽ പരം സന്തോഷം വേറെ ഇല്ലായിരുന്നു. വേഗത്തിൽ തലയാട്ടി സമ്മതിച്ചുകൊണ്ട് ആ രാധാമണിയെ തുറിച്ചു നോക്കിയ ശേഷം റൂമിലേക്ക് കയറിപ്പോയി. വെള്ളം കയറി നശിച്ചുപോയ തന്റെ പ്രിയപ്പെട്ടവന്റെ ആദ്യ സമ്മാനം കയ്യിലെടുത്തു ഏക. ആ ഫോണിന്റെ അവസ്ഥ കാണെ അവളുടെ മിഴികൾ നിറഞ്ഞു. അവനേക്കാൾ വലുതല്ലോ മറ്റൊന്നും എന്നോർത്ത് പിന്നീട് അവൾ സമാധാനിച്ചു. പിറ്റേ ദിവസം വീട്ടിൽ ബന്ധുക്കളുടെ തിരക്കാണ്. വിദ്യയുടെ അരവിന്ദിന്റെയും വിവാഹമാണിന്ന്. അടുത്തുള്ള ക്ഷേത്രത്തിൽ വെച്ചാണ് താലികെട്ട്. ശേഷം ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഒക്കെ സദ്യ ഒരുക്കിയിരിക്കുന്ന വീട്ടിൽ വെച്ച് തന്നെയാണ്. ആളുകൾക്ക് ഇരുന്ന് കഴിക്കാൻ സൗകര്യത്തിനാണ് പന്തൽ കെട്ടിയിരിക്കുന്നത്. കാരണം കുറച്ചു ദിവസമായി മഴയാണ്. ആഭരണങ്ങൾ അധികമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ചുമന്ന പട്ടുസാരിയിൽ വിദ്യ സുന്ദരിയും സന്തോഷവതിയുമായിരുന്നു. അച്ഛൻ വാങ്ങിക്കൊടുത്ത ലഹങ്കയിൽ ഐഷുവും സന്തോഷത്തിൽ തന്നെയായിരുന്നു. എല്ലാവരെയും ഒരിക്കൽ മാത്രമേ ഏക നോക്കിയുള്ളൂ. ഒരു കണക്കിന് നോക്കിയാൽ രാധാമണിയും മക്കളും പുരുഷോത്തമന്റെ ഒപ്പം ജീവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അത് മറ്റാർക്കും ഉപദ്രവം ഉണ്ടാക്കും ഇതാവാതിരുന്നാൽ മതി എന്ന് ഓർത്തു ഏക. എല്ലാവരും ക്ഷേത്രത്തിലേക്ക് പുറപ്പെടാൻ നേരം വിവേക് വന്ന് ഏകയെ വിളിച്ചിരുന്നു. അവനെ അവർക്കൊപ്പം പറഞ്ഞു വിട്ടിട്ട് ഏക നേരെ കുളിക്കാൻ കയറി. കുളിച്ച് ഫ്രഷായ ഒരു ചുരിദാറും ധരിച്ച് വീടും ചാരി അവൾ അടുത്തുള്ള വീട്ടിലേക്ക് ഓടി അവളുടെ ക്രഷിനെ കാണാൻ. ഗേറ്റ് കടന്നതും ആദ്യം കാണുന്നത് മുറ്റത്തെ രുദ്രദേവനോട് സംസാരിച്ചു നിൽക്കുന്ന ജയറാമിനെയാണ്. ഏക വരുന്ന കണ്ടതും രുദ്രദേവിന്റെ മിഴികൾ വിടർന്നുവെങ്കിൽ ജയറാം നിന്ന് പരിങ്ങാൻ തുടങ്ങി. എന്നാ ഞാൻ പോട്ടെ സാർ. വൈദ്യൻ സാറ് കുറഞ്ഞ 1 വർഷത്തേക്ക് ബ്രേക്ക് എടുക്കുകയാണെന്ന് സിനിമാ സംഘടന വഴി തന്നെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കേണ്ടതുണ്ട്. നാളെ നടക്കാനിരിക്കുന്ന മീറ്റിങ്ങിൽ ഞാനത് പ്രസന്റ് ചെയ്യും. അതൊക്കെ എന്താന്ന് വെച്ചാൽ താൻ നേരിട്ടങ്ങ് ചെയ്താൽ മതി. ശരി, താൻ വിട്ടോ. കേൾക്കേണ്ട താമസം ജയറാം തന്റെ കാറിനടുത്തേക്ക് നടന്നു. കാറിൽ ചാരിൽക്കുന്ന ഏകയെ കാണെ ചിരിക്കണോ കരയണോ എന്നറിയാൻ കഴിയാതെ ഒരു നിമിഷം അയാൾ അങ്ങനെ നിന്നുപോയി. ആളോ മറിയണമെന്ന് ഡ്രൈവർ സീറ്റ് ഡോർ തുറന്നു വലങ്കാൽ ഉയർത്തിയ ആ ഡോർ അവൾ ചവിട്ടി അടച്ചു. ഒന്നും മനസ്സിലായില്ലെങ്കിലും ജയറാമിന്റെ ഭാഗത്ത് എന്തോ ഗുരുതരമായ പിഴവ് സംഭവിച്ചിരിക്കണമെന്ന് രുദ്രദേവന് മനസ്സിലായി. ചെറുചിരിയോടെ അയാൾ അകത്തേക്ക് നടന്നുപോയി. അപ്പോ എല്ലാം പറഞ്ഞ പോലെ ജയറാം സാറിന് ഞാൻ ഇപ്പോൾ പറഞ്ഞ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇനി പെൺകുട്ടികളുടെ നേരെ അസഭ്യം പറയാൻ നാവുയർത്തുമ്പോൾ ഞാൻ ഈ വിളിച്ച തെറികൾ നല്ലപോലെ സ്മരിക്കണം. പിന്നെ നിങ്ങളുടെ പ്രായത്തെ മാനിച്ചുകൊണ്ട് ഇപ്പം ഞാൻ കൈവെക്കുന്നില്ല. പക്ഷെ ഈ ആനുകൂല്യം തനിക്ക് എന്നും കിട്ടുമെന്ന് കരുതണ്ട. വാക്കുകളേകയുടെ പല്ലിൽ കിടന്ന് വീർപ്പ് മുട്ടി. അയ്യോ, എല്ലാം മനസ്സിലായി മാഡം. ഞാൻ ഇനി നന്നായിക്കോളാം. ജോലി പോയ എൻ്റെ കാര്യം ആകെ അവതാളത്തിലാവും മാഡം. വാ പോയ കോടാലി പോലെ ഇവിടുത്തെ പിള്ളേരെ സൂചിപ്പിക്കാൻ വേണ്ടിയാ അവറ്റകളെ സപ്പോർട്ട് ചെയ്ത് ഞാനങ്ങ് ജീവിച്ചു പോകുന്നേ. പിണക്കിയ പിള്ളേർ വല്ലാത്ത ജാതിയാ. ഇനി മുതൽ മാഡത്തിൻ്റെ അടിമ ഞാൻ, അടിമക്കണ്ണ്. ദയവ് ചെയ്ത് വൈദ്യൻ സാറൊന്നും അറിയരുത് പ്ലീസ്.
വൈദ്യൻ സാർ അറിയേണ്ട കാര്യമില്ല. ഇനി തൻ്റെ കാര്യം തീരുമാനിക്കുന്ന ഈ ഏക തന്നെ ധാരാളമാണ്. വൈദ്യൻ്റെ പെണ്ണിനെ തന്നെ പോലുള്ളമാരുടെ കയ്യിൽ നിന്ന് അവൻ എങ്ങനെ സംരക്ഷിക്കാൻ നല്ലപോലെ അറിയാം. അവൻ്റെ മുന്നിൽ പൂച്ച കിട്ടിയ പോലെ ഞാൻ പതുങ്ങി നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ട് കയറി ചുരണ്ടാമെന്നാലേ മാന്തി പൊളിച്ചുവിടും ഞാൻ. അത്രയും കേട്ട് നെറ്റിൽ പൊടിഞ്ഞ വിയർപ്പണങ്ങൾ കയ്യിൽ കയറിയ തൂവാല കൊണ്ട് അമർത്തി തുടച്ച് അയാൾ വേഗം കാറിലേക്ക് കയറി ഓടിച്ചുപോയി. ഏകാകത്തേക്ക് കയറിയതും രുദ്രദേവ് വർമ്മ പത്രവും വായിച്ച് ആളിലെ സോഫയിൽ ഇരിപ്പുണ്ടായിരുന്നു. ടിവിയിലും പത്രത്തിലുമൊക്കെ വൈദ്യന്റെ നെഞ്ചിൽ പതുങ്ങി നിൽക്കുന്ന പൂച്ചക്കുഞ്ഞിന്റെ ഫോട്ടോ തന്നെയാണ്. തൊട്ടു മുമ്പ് താൻ കണ്ട പുലിക്കുട്ടിയെ നോക്കി അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചു. മുകളിലാവൻ ചെല്ല്. ദേവിക അമ്മയൊക്കെ അവിടെ ഉണ്ട്. വാമികളുടെ മുറി കാണും. ചിരിയോട് തലയാട്ടിക്കൊണ്ട് വേഗത്തിൽ സ്റ്റെപ്പുകൾ ഓടിക്കയറി മുകളിലേക്ക് ചെന്നവൾ ഒന്ന് ഫ്രഷായി ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയതാണ് വൈദ്യൻ. ഉടുപ്പിടാത്ത കാരണം വയറിലെ ചുറ്റിക്കെട്ടാൻ നല്ലപോലെ കാണാം. കതകം തുറന്ന് ഏകാകത്തേക്ക് കയറി വരുന്ന കാണേ തലക്കൊപ്പം കൊണ്ടുപോയ ടീഷർട്ട് ഇടാതെ ആ ഒരു സ്റ്റാൻഡിലേക്ക് തിരികെ ഇട്ടുകൊണ്ട് കട്ടിലിനടുത്തേക്ക് നടന്നു. ഏകയെ നോക്കിക്കൊണ്ട് തന്നെ കട്ടിൽ മേലെ ഇരുന്ന ശേഷം പതിയെ ഡ്രസ്സിലേക്ക് ചാഞ്ഞിരുന്നവൻ അവൻ നോക്കുന്ന ഭാഗത്തേക്ക് നോക്കിയ ദേവിയുടെയും ജാനകിയുടെയും മുഖത്ത് നിറഞ്ഞ സന്തോഷമാണ്. ഏകയെ കണ്ടതും ദേവിക അവളുടെ അടുത്തേക്ക് വന്ന് അവളിൽ നിന്ന് മുറുകെ പുണർന്നു. വൈകിക്കില്ല, ഇനി ഒട്ടും വൈകിക്കില്ല. ഏറ്റവും അടുത്ത നല്ല ദിവസം എൻ്റെ മോൻ്റെ വധുവാകാൻ തയ്യാറെടുത്തോ നീ. അവരുടെ തോളിൽ താടിയൂന്നി അവൾ വൈദ്യനെ നോക്കി പുഞ്ചിരിച്ചു. ശരിയാ മോളെ, ഞാനൊരു തീയതി നോക്കി വെച്ചതാ. ആ തീയതി വരെ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. കാരണം വിച്ചൂട്ടൻ്റെ അവസ്ഥയിൽ അവനൊപ്പം നിൽക്കേണ്ട മോള് തന്നെയാ. ഒരാഴ്ച കഴിഞ്ഞാൽ അവൻ്റെ ഈ ചുറ്റിക്കെട്ടൊക്കെ എടുത്തു മാറ്റും. അത് കഴിഞ്ഞ ഉടനെ കല്യാണം അങ്ങ് നടത്താം. അപ്പോൾ അപ്പുറം ഇപ്പുറമുള്ള ഈ താമസമൊക്കെ അങ്ങ് മാറുകയും ചെയ്യും. അടുത്തേക്ക് വന്ന ഏകയുടെ കൈകൾ കവർന്നുകൊണ്ട് ജാനകിയും പറയുമ്പോൾ ഏക നോക്കിയത് വീണ്ടും വൈദ്യനെ തന്നെയാണ്. നേർത്തൊരു ചിരിയോടെ അവളെ നോക്കി ചാരിയിരിപ്പാണ് അവൻ. അത്രമേൽ സന്തോഷമുള്ള എന്തോ കേട്ട പോലെയാണ് അവൻ്റെ ഭാവം. വൈദ്യനെ നോക്കാനും കൂടെ നിൽക്കാനും ഞാൻ ഭാര്യയാവണമെന്നില്ല അമ്മമ്മ. മനസ്സുകൊണ്ട് എന്നേ അവൻ എൻ്റെയാ. അവൻ്റെയാണ് താൻ നേക പറഞ്ഞൊന്നും ജാനകി കേട്ടില്ല. അവളുടെ അമ്മമ്മ എന്ന വിളിയിൽ അവർ നിറകണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. ശേഷം വലിയ കാര്യങ്ങൾ എന്തോ ചർച്ച ചെയ്യുന്ന ഗൗരവത്തിൽ ദേവികയും ജാനകിയും മുറിവിട്ടിറങ്ങുമ്പോൾ ഏക വൈദ്യനെ തന്നെ നോക്കി അങ്ങനെ നിന്നു. മെല്ലെ തലതാഴ്ത്തി അവൻ അടുത്തേക്ക് വിളിച്ചവും ആളോ അവൻ്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങവേ. ഡോറടച്ചിട്ട് വായന്റെ പെണ്ണെ, ചേട്ടൻ നിന്നെ നല്ലപോലെ ഒന്ന് സ്നേഹിക്കട്ടെ. അതൊക്കെ ആരെങ്കിലും കാണില്ലേ? നീ ആ ഡോറടച്ചു വാ. അമർത്തി പറയുന്നവനെ നാണത്തോടെ നോക്കി ചിരിച്ചുകൊണ്ട് വാതിലടച്ച ശേഷം അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് മെല്ലെ കട്ടിൽ കയറി അവൻ്റെ ഓരം ചേർന്ന് കിടന്നവൾ നഗ്നമായ അവൻ്റെ നെഞ്ചിൽ താടിയൂന്നി അവൻ്റെ മുഖത്തേക്ക് നോക്കി കിടക്കുമ്പോൾ ഇടം കൈ അവൻ്റെ വയറിൽ മെല്ലെ തഴുകി കൊടുത്തിരുന്നവൾ. ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ പരസ്പരം ഇടഞ്ഞു. ആത്മാവിനെ കൊളുത്തി വലിക്കുന്ന ആ നോട്ടത്തിലൂടെ പരസ്പരം പ്രണയം കൈമാറി. കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.